ഇരുമ്പിൻ്റെ കല്ലിൽ ചുട്ടെടുത്ത ദോശ, രുചികരമായ അപ്പം, അല്ലെങ്കിൽ നല്ല ചീനച്ചട്ടിയിൽ വറുത്തെടുത്ത മീൻ, ഇതൊക്കെ ഇഷ്ടമല്ലാത്ത ആരാ ഉണ്ടാവുക? എന്നാൽ പല അടുക്കളകളിൽ നിന്നും ഇതൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വീണ്ടും അവ തിരിച്ചു വരികയാണ്. പാലക്കാട് ഷൊർണൂരിലെ മയിൽവാഹനം ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുന്ന മയൂര ഉൽപ്പന്നങ്ങളുടെ വിശേഷങ്ങളിലേക്ക്. ഏകദേശം 4 ദശകങ്ങൾക്ക് മുൻപാണ് പരമ്പരാഗത രീതിയിലുള്ള ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിലാണ് ഇത്തരം ഫാക്ടറികൾ ഏറെയുമുള്ളത്. ഇത് 1974 ഈ സ്ഥാപനം ആരംഭിച്ചത്. അന്ന് നമ്മൾ ഒരു നമ്പൂരി കുടുംബത്തിൽ നിന്ന് ഈ സ്ഥാപനം ഒരു മോട്ടോർ വ്യവസായം ഉണ്ടാക്കുന്ന ഒരു ചെറിയ സ്ഥാപനമായിരുന്നു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിരുന്നു. അത് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാസ്റ്റ് അയൺ ഹൗസ് ഹോൾഡ് യൂട്ടൻസിൽസാണ് ഉണ്ടാക്കുന്നത്. അത് പലതരം ദോശ പ്ലേറ്റ്, ചീനച്ചട്ടി, അപ്പക്കാരോല്, അങ്ങനെ വെള്ളയപ്പച്ചട്ടി, അങ്ങനെ തുടങ്ങിയ സാധനങ്ങളാണ് ഇവിടെ ഉൽപ്പാദനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായിട്ട് ഇവിടെ തുടങ്ങാൻ കാരണം മെയിനായിട്ട് നല്ല വർക്കേഴ്സ്, നല്ല വർക്ക്മാൻഷിപ്പ് ഇവിടെ അവൈലബിൾ ആയതുകൊണ്ടാണ്. ഇതിനു മുമ്പേയും പല സ്ഥാപനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. പല സ്ഥാപനങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിപ്പോയി വേറെ പല കാരണങ്ങളാൽ. ഇവിടെ തുടങ്ങുമ്പോൾ 6 തൊഴിലാളി വെച്ചിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 100 തൊഴിലാളികൾ വരെ ആയി. പിന്നെ ഇപ്പോഴും 50 തൊഴിലാളികളേ ഉള്ളൂ. കാലം മാറിയതോടെ പാരമ്പര്യ തൊഴിലുകൾ ഉപേക്ഷിച്ച് പലരും മറ്റു മേഖലകളിലേക്ക് കൂടുമാറി. പല ഫാക്ടറികളും അടച്ചുപൂട്ടേണ്ടി വന്നെങ്കിലും ആരോഗ്യകരമായി പാചകം ചെയ്യാൻ ഇരുമ്പുൽപ്പന്നങ്ങൾ തന്നെയാണ് നല്ലതെന്ന തിരിച്ചറിവ് ഫാക്ടറി തുടർന്നും പ്രവർത്തിക്കാൻ ചിലർക്കെങ്കിലും പ്രചോദനമായി. കേരളത്തിൽ മൊത്തം നല്ല മാർക്കറ്റാണ്. ഒരിടയ്ക്ക് നമുക്ക് എല്ലാ വീടുകളിലും ഇത് അത്യാവശ്യമാണല്ലോ, ചീനച്ചട്ടിയും വരും. ഒരിടയ്ക്ക് ഈ അലോയ് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ എന്നുള്ള കാര്യങ്ങൾ വന്നിട്ട് കടന്നു കയറി നമുക്കൊരു നല്ലൊരു കട മത്സരം തന്നെ ഉണ്ടായി. പക്ഷേ പിന്നീട് അത് ഉപയോഗിക്കുന്നവർക്ക് തിരിച്ചറിഞ്ഞു അതിലുള്ള ആ കോട്ടിങ്ങും കാര്യങ്ങളും ടോക്സിക്കാണ്. കുറേ ക്രമേണ കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു അംശം നമ്മുടെ വയറ്റിൽ ചെന്നിട്ട് ഒരു ടോക്സിക് ഇഫക്റ്റ് ഉണ്ട്, വയറിന് നാശമാക്കുന്നു എന്ന് മനസ്സിലാക്കി ഒരു തിരിച്ചറിവുണ്ടായി. പിന്നെ രണ്ടാമതും ഈ കാസ്റ്റ് അയൺ പാനിലേക്ക് തന്നെ തിരിച്ച് വരവുള്ള സമയങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം ആവശ്യക്കാരുണ്ട് ഇന്ത്യയിലും കേരളത്തിലും വെളിയിലും. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് അന്വേഷിച്ചിട്ട് വന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റ് മേടിക്കാറുണ്ട്. വിവിധ യൂണിറ്റുകളിലായി 50ഓളം ജീവനക്കാർ ഇവിടെയുണ്ട്. തികച്ചും കലാപരമായി ശാസ്ത്രീയ അടിത്തറയിലാണ് ഈ ഉൽപ്പന്നങ്ങൾ രൂപം കൊള്ളുന്നത്. രാവിലെ 8 മുതൽ 12 വരെയും 1 മുതൽ 5 വരെയാണ് നമ്മുടെ ടൈം. 12 to 1 ഭക്ഷണ സമയമാണ്. ഞാൻ 40 കൊല്ലമായി ഇവിടെ വന്നിട്ട്. 40 കൊല്ലം അന്നുള്ള അതേ മെത്തേഡ് തന്നെയാണ് ഇന്നും ഫോളോ ചെയ്യണത്. മെഷീൻ ഷോപ്പ് ഉണ്ട്, ഫൗണ്ടറി ഉണ്ട്, അവിടെ മോൾഡേഴ്സാണ്, പിന്നെ കുറച്ച് സഹായികൾ വേണം, ഹെൽപ്പേഴ്സും വേണം. അവർ ചീനച്ചട്ടി, ദോശക്കല്ല് ഇങ്ങനെയുള്ള മോൾഡ്, അലുമിനിയം മോൾഡിൽ ആദ്യം മണ്ണിൽ അടിച്ച ശേഷം പിന്നീട് അതിൽ ഉരുക്കി ഒഴിക്കും. എന്നിട്ട് അത് റിമൂവ് ചെയ്യും അന്ന് തന്നെ, ഇല്ലെങ്കിൽ തുരുമ്പ് കയറും. അന്ന് തന്നെ റിമൂവ് ചെയ്ത് പിറ്റേ ദിവസം ഫെറ്റിൽ ചെയ്ത ശേഷം ഗ്രൈൻഡ് ചെയ്യുക. അങ്ങനെ 2 പ്രോസസ്സ് ഉണ്ട് അവിടെ, പോളിഷിങ്, ഫിനിഷിങ്. ചിലർ ചീനച്ചട്ടി അടിക്കും, ചിലർ റൈസർ പറഞ്ഞിട്ട് ആ സാധനം അടിക്കും, ചിലർ അപ്പക്കാരോലടിക്കും. അങ്ങനെ പലതും ഓരോരുത്തരും ഓരോ വർക്കാണ്. 2 ദിവസം മോൾഡിങ്, 3-ാം ദിവസം ഞങ്ങൾ കാസ്റ്റിങ്. അതിൽ മണ്ണ് അതിൻ്റെ ഇത്ര നനവ് ഒരു കൃത്യത ഉണ്ട്, ആ കൃത്യത നനവ് വേണം. ആ നനവിൽ നമ്മൾ അടിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നനവ് വന്നാൽ അത് നമുക്ക് കിട്ടില്ല, കുറവ് വന്നാലും പരിക്കനായിട്ട് പോകും. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ കൃത്യത വേണം നമുക്ക്, നനവിൻ്റെ. അങ്ങനെ നമ്മൾ അത് മോൾഡ് ചെയ്തും ചെയ്യും. അതിന് റാമിങ് ശരിയാവണം, അതുപോലെ ട്രോവൽ ചെയ്യണം. ഞാൻ ഇവിടെ മോൾഡിങ് ആണ്, റൈസറജ്, ദോശ പ്ലേറ്റ്, ചീനച്ചട്ടി, അപ്പക്കാരോല്, വെള്ളയപ്പം, ചീനച്ചട്ടി, പ്ലെയിൻ 15, പ്ലെയിൻ 12. ആദ്യം മെറ്റൽ കൊണ്ടുവരും, മെറ്റൽ കൊണ്ടുവന്നിട്ട് അതിലൊഴിക്കും. ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കിട്ടും. ഇതിൻ്റെയൊക്കെ മോൾഡ് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യം ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൻ്റെ വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം അത് മരത്തിൽ മോഡൽ ചെയ്യും.
മരത്തിൽ മോഡൽ ചെയ്തതിന് ശേഷം അത് അലുമിനിയത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് വാർത്തെടുക്കും. അലുമിനിയത്തിൽ വാർത്തെടുത്ത് ലെയ്ത്തിൽ മെഷീൻ ചെയ്ത് അതിനെ മോഡലാക്കി വീണ്ടും അത് ഈ കാസ്റ്റ് അയണിൽ തന്നെ ആക്കും. അലുമിനിയത്തിലും അതിന് പാറ്റേൺ, കാസ്റ്റ് അയണിലും പാറ്റേൺ. ഇതിൽ രണ്ടിലും ആക്കി അതിന് ഓരോ മോഡലുകളുടെ പാറ്റേണുകൾ ഉണ്ടാക്കി അതിലാണ് ഈ സാധനം ആദ്യം പെട്ടിയിൽ മുകളിൽ പാറ്റേൺ വെച്ച് ആ പാറ്റേണിൽ മണ്ണിടിച്ച് അങ്ങനെയാണ് ഈ മോഡൽ ഉണ്ടാകുന്നത്. അധ്വാനം താരതമ്യേന കുറഞ്ഞ മിനുക്കുപണികളിൽ സ്ത്രീകൾ ഏർപ്പെട്ടിരിക്കുന്നു. ഗ്രൈൻഡ് ചെയ്ത് എടുത്തു കൊടുന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ പൊട്ട കൊണ്ട് നന്നായി ഉരയ്ക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ അരികിലൊക്കെ മണ്ണുണ്ടെങ്കിൽ ഞങ്ങൾ അതിനുള്ള എല്ലാ ആയുധങ്ങളും ഇവരും തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഫിനിഷ് ചെയ്യും. എന്നിട്ട് പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഓരോക്കെ ഉണ്ടെങ്കിൽ അരം എടുത്തിട്ട് ഉരച്ച് ഇതാക്കി ബ്രഷ് ചെയ്ത് അതിനെ ഞങ്ങളൊന്ന് പൗഡർ ചെയ്യും. ഇല്ലെങ്കിൽ അത് കുറേ നേരം ഇരുന്ന തുരുമ്പ് വരും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതൊന്ന് പൗഡർ ചെയ്ത് ഞങ്ങൾ സ്റ്റോറിൽ കയറ്റി കൊടുക്കും. കാസ്റ്റ് അയൺ കൂടാതെ പ്രത്യേക ഇനം കളിമണ്ണും ഇതിനായി ഉപയോഗിക്കുന്നു. കർണാടകയിൽ നിന്നാണ് നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എത്തുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട്. അപ്പച്ചട്ടി, ചീനച്ചട്ടി, ദോശക്കല്ല് ഇല്ലാത്ത ഒരു നമ്മുടെ പഴയ ഭവനങ്ങൾ ഒന്നും തന്നെ ഇല്ല. കാരണം അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് നമ്മുടെ പണ്ടത്തെ കറിച്ചട്ടി മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ചട്ടി, ഇതൊക്കെയാണ് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ. അപ്പോൾ അതിനുണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അത് ഇരുമ്പെന്ന് പറയുമ്പോൾ ആ ഇരുമ്പിൻ്റെ അംശം കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അത് ഒരു ചീത്തയാകത്തില്ല, അതൊന്നും നമ്മൾ പൂപ്പല് പിടിച്ചോ അങ്ങനെയൊന്നും പോകുന്ന ഒരു പ്രശ്നമേ അല്ല. ഏറ്റവും പ്യുവറായിട്ട് കിട്ടുന്ന നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പച്ചട്ടിയിലും ചീനച്ചട്ടിയിലും അതുപോലെ നമ്മുടെ മണ്ണിൻ്റെ ചട്ടികളിലൊക്കെ. എല്ലാ ഭവനങ്ങളിലും ഇപ്പോൾ ഇതുണ്ടല്ലോ. കൂടുതലും പെരുന്നാൾ സമയത്തൊക്കെ ഭയങ്കര കച്ചവടമാണ്, നല്ല ഇത്. അതുപോലെ ക്രിസ്മസ് ടൈം, ഓണം, ഇതാണ് മെയിൻ ഒരു ടൈം. എന്നാലും ഇപ്പം ഒത്തിരി പേര് ഇതിൽ അവെയർ ആയതുകൊണ്ട് നല്ല മാർക്കറ്റാണ്. സംസ്ഥാനത്തിനു പുറത്തും ഈ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെന്ന് ഇവർ പറയുന്നു. കാലം എത്ര മാറിയാലും പാചകരീതിയും രുചിഭേദങ്ങളും എത്ര പരീക്ഷിച്ചാലും പഴമയുടെ രുചിയും പാചകോപകരണങ്ങളും മലയാളിക്ക് എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ്. തികച്ചും ആരോഗ്യകരമായ മണി ടൈമിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പുതുമയേറിയ വാണിജ്യ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.